അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസ് ഉണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? 2 ഫോർമുല പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് പഠിച്ചത്? എന്തായിരുന്നു? തീറ്റ ബൈ 360 ഈക്വൽ ടു a ബൈ പൈ സ്ക്വയർ. തീറ്റ ബൈ 360 ഈസ് ഈക്വൽ ടു എ ബൈ പൈ ആർ സ്ക്വയർ. ഇതെന്തിനുള്ളതായിരുന്നു? ഇതിൽ വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏരിയ ഓഫ് ദി സെക്ടർ. ഏരിയ ഓഫ് ദി സെക്ടർ. ആൻഡ് തീറ്റ ഈസ് വാട്ട്? സെക്ടർ ആംഗിൾ ഓർ സെൻട്രൽ ആംഗിൾ മെയ്ഡ് ബൈ ദ കോഡ്, അല്ലേ? ദെൻ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേഡിയസ്. ബിക്കോസ് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അതിൽ എന്തായിട്ട് വേരിയബിൾസ് ആയിട്ട്, അല്ലേ? ഈ 3 എണ്ണമാണ് നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സെക്ടർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആണ് അതിൻ്റെ സെക്ടർ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ആൻഡ് ദിസ് ഇസ് ഇറ്റ്സ് റേഡിയസ്. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ പോർഷൻ, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫോർമുല. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനും നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? തീറ്റ ബൈ, അതും ഇത് തന്നെയാണ്, ആ പ്രപ്പോർഷൻ വാല്യൂ എന്നാണ് നമ്മൾ എടുത്തത്. തീറ്റ ബൈ 360 ഈസ് ഈക്വൽ ടു എന്താണ്? എൽ ബൈ 2πr, അല്ലേ? അവിടെ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദ ആർക്ക്. അപ്പോൾ ഇവിടുത്തെ ആർക്ക് ഇവിടെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ AC/B എന്ന് പറയുന്ന ഈ ആർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ AC/Bയുടെ ആംഗിൾ സബ്സ്റ്റൻറ്റഡ് ബൈ ദറ്റ് ആർക്ക് AC/B എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് എടുക്കുന്നു, അല്ലേ? ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ആർ. ദെൻ എൽ എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് AC/B. ഇപ്പോൾ AC/B എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആയിരിക്കും, അല്ലേ? ഇറ്റ് ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ദ സർക്കിൾ. സോ വി നോ ദ പാർട്ട് ഓഫ് ദ സർക്കിൾ മീൻസ് ഇറ്റ് ഈസ് ഓൺലി ദ സർക്കംഫറൻസ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ എന്ന് പറയുന്നത് ആ ലെങ്ത് ഓഫ് ദ ആർക്ക് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് ഈ 2 ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യും. 1-2 പ്രോബ്ലംസ് ഒന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്കിതിൽ ഒരു ഫോർമുലയും കൂടി ഡിഫൈൻ ചെയ്യണം. അത് അപ്പോഴത്തേക്ക് വരാം. ഓക്കെ, 1-2 പ്രോബ്ലംസ് ഒന്നു ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം എടുത്ത് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഇവിടെ ക്ലാരിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഞാൻ പറയുന്നത്? ക്ലാരിറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ വിത്ത് റേഡിയസ് r സെൻറ്റിമീറ്റർ ഇഫ് ആംഗിൾ ഓഫ് സെക്ടർ ഈസ് എന്താണ്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെന്തൊക്കെ തന്നിരിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. റേഡിയസ് ഈസ് ഗിവൺ എത്രയാ? 6 സെൻറ്റിമീറ്റർ. ദെൻ ദ സെക്ടർ ആംഗിൾ തീറ്റ ഈസ് 60 ഡിഗ്രി. സോ വാട്ട് ദേ ഹാവ് ആസ്ക്ഡ്? ഏരിയ, അല്ലേ? ഈ സെക്ടറിൻ്റെ ഏരിയയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ? ഏതാ നമ്മൾ എടുക്കുക? ഏത് ഫോർമുല എടുക്കുക പറഞ്ഞേ? എ ബൈ, നമുക്കിപ്പോൾ എ അല്ല കണ്ടുപിടിക്കേണ്ടി വരുന്നത്. എ ബൈ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 360, അല്ലേ? ഓർ വാട്ട് ഈസ് എ? എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നതാണ് എ. അപ്പോൾ വാട്ട് ഈസ് എ? ഒരു മിനിറ്റ്, ഈ നമ്മുടെ ഓരോ കുട്ടികൾ വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബൈ പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 360, അല്ലേ? ദെൻ വാട്ട് ഈസ് എ? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ, ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? യു ഷുഡ് നോ വാട്ട് ഈസ് ദ റേഡിയസ് ഹിയർ. അപ്പോൾ റേഡിയസ് നമുക്ക് അറിയാം എത്ര? 6 സെൻറ്റിമീറ്റർ ആണ്. ദെൻ തീറ്റ ഈസ് ആൾസോ റിക്വയർഡ്. തീറ്റ എത്രയാ? 60 ഡിഗ്രി.
അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ആർ ദ വേരിയബിൾസ് റിക്വയർഡ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഇവിടുത്തെ നമ്മൾ ഈ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് വി നോ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സെക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് നമ്മൾ ആ ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുന്നു ഫസ്റ്റ്. ആ ഡിറൈവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് മനസ്സിലാവും തീറ്റ ഈസ് വൺ അൺനോൺ ആൻഡ് ആർ ഈസ് അനദർ അൺനോൺ, അല്ലേ? ഇത് രണ്ടും അല്ലേ നമുക്കുള്ള അൺനോൺസ്. അപ്പോൾ ആ രണ്ട് അൺനോൺസും നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഡിറ്റർമിൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ആ ഫിഗർ വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. സോ ആർ ഇസ് ഈക്വൽ ടു 6 centimeter ഇറ്റ് ഈസ് ഗിവൺ and theta is equal to 60 degree. Just substitute it to get the area. What is that area? 60 divided by 360 into since that what pi is not given here, അല്ലേ? പൈയുടെ വില ഇവിടെ തന്നിട്ടുണ്ടോ? പൈ ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല എങ്കിൽ യു ആർ ഫ്രീ ടു ടേക്ക് ദ വാല്യൂ 22/7 ആസ് പൈ. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് വാല്യൂ എടുക്കാം പൈയുടെ വില? ഹലോ, 3.14 എന്ന് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല, പക്ഷേ 7ന്റെ മൾട്ടിപ്പിൾ കിട്ടിയില്ലെങ്കിലും നോർമലി വി യൂസ് ടു ടേക്ക് 22/7 ആയിട്ടാണ് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 3.14 എന്നുള്ള വാല്യൂ അതിൽ മെൻഷൻ ചെയ്തേക്കണം. ഇതാണ്ട യൂസ് അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് യൂസ് പൈ ഈസ് ഈക്വൽ ടു 22/7. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ കേട്ടോ മോളെ. അപ്പോൾ നമ്മളിവിടെ ഇതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടില്ലല്ലോ ദ വാല്യൂ ഓഫ് പൈ ടു ബി ടേക്കൺ 3.14 എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഏതെടുക്കേണ്ടി വരും? പൈ ഈസ് ഈക്വൽ ടു 22/7. അപ്പോൾ ഇവിടെ 22/7 ഇൻറ്റു ഏതാണ് 6 സ്ക്വയർ. അപ്പോൾ 6 into 6, അപ്പം 6 ആവും അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 22/7 ഇൻറ്റു 6 centimeter square. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഹൗ ടു ഡിറ്റർമിൻ ദ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ ആർക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ വാട്ട് യു മീൻ ബൈ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ? അതെന്താ ഈ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പം ദ ഏരിയ ഓഫ് ദ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്വാഡ്രൻറ്റ്? വെരി ഗുഡ്. ബിക്കോസ് വി നോ നമ്മളെ പ്ലെയിൻ കാർട്ടീഷ്യൻ പ്ലെയിനിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. ദ ഹോൾ പ്ലെയിൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 quadrants അല്ലേ? ഇതൊരു ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. സോ ഈ ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോൾ തിങ്ങിനെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോർഷനെയാണ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ യു ടേക്ക് എ സർക്കിൾ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്ലെയിൻ ആൻഡ് വെൻ യു ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 quadrants, ഈച്ച് ഓഫ് ദ ക്വാഡ്രൻറ്റ് എന്താണ്? ഓരോ സെക്ടേഴ്സ് ആയിരിക്കും അല്ലേ? ഒരു സെക്ടർ അല്ലേ? ഇതെല്ലാം ഓരോ സെക്ടർ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഹലോ ഹലോ. അപ്പോൾ ഇത് ഓരോന്നും സെക്ടേഴ്സ് ആവുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദ ആംഗിൾ ഓഫ് ദ സെക്ടർ ഈസ് നോട്ട് ഗിവൺ. പക്ഷേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? റേഡിയസും വേണം, ആംഗിളും വേണം. ദ സർക്കംഫറൻസ് ഈസ് ഗിവൺ. ഇപ്പോൾ സർക്കംഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ദ റേഡിയസ്? ഞാൻ ആ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തത്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി എന്താണ് നിങ്ങൾ 7th ലും 8th ലും ഒക്കെ പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വെൻ ദ സർക്കംഫറൻസ് ഈസ് ഗിവൺ ഹൗ ഡു യു ഫൈൻഡ് ദ റേഡിയസ്? ബിക്കോസ് വി റിക്വയർ അല്ലേ, നമ്മൾ ആ ഫോർമുല നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിനകത്തും നമ്മൾ ഇതിനെ 4 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു ക്വാഡ്രൻ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈച്ച് ക്വാഡ്രൻ്റ് ഇതിൻ്റെ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദിസ് സെക്ടർ? ഈ സെക്ടറിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ക്വാഡ്രൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് 90 degree ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വേറൊരു കാര്യം കൂടെ വേണം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? സർക്കംഫറൻസ് ഈസ് ഗിവൺ അല്ലേ? സർക്കംഫറൻസ് എന്ന് പറയുന്നത് 22 centimeter ആണ്. So what is circumference? It is 2 pi r is equal to 22 centimeter. That is 2 into 22/7 into r is equal to 22 centimeter. So 22 get cancelled and r is equal to എത്ര വരും? 7/2 centimeter. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റേഡിയസ് കിട്ടും. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. വി നോ a by pi r square is equal to theta by 360. So അതിൽ a is equal to എന്താ? theta by 360 into pi r square. And you have what is theta here? Theta is, since it is a quadrant, it is 90 degree. And what is radius? Radius is equal to 7/2 centimeter. Clear?
ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലേടേ? നിങ്ങളെന്താടേ റെസ്പോണ്ട് ചെയ്യാതെ? ഹലോ, ആർ യു ദേർ ഓർ നോട്ട്? Yes, sir, ചെയ്യാം. The length of a minute hand of a clock is 14 centimeter. The area swept by a minute hand in 5 minutes ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാച്ചിനെ കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ. ഞാൻ ഇതുവരെ എടുക്കുന്നു, ശരിക്കും അങ്ങനെ ഉണ്ടാവില്ല, എങ്കിലും നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. 14 സെൻറ്റിമീറ്റർ അതിൻ്റെ ലെങ്ത് ഓഫ് ദ മിനിറ്റ് ഹാൻഡ് ആയിട്ട് എടുത്തു. വൈൻ ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 മിനിറ്റ്സ്. നമുക്കറിയാം ഇതിങ്ങനെ ഡിവൈഡഡ് ആണ് അല്ലേ, ഓരോ 5 മിനിറ്റിലും നമ്മളിങ്ങനെ അങ്ങനെയല്ലേ ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ മിനിറ്റ് ഹാൻഡ് ഇവിടെ 5 മിനിറ്റ് കൊണ്ട് എവിടെ എത്തും? ഇതുവരെ എത്തും, ശരിയല്ലേ? ഇങ്ങനെയല്ലേ? 5 മിനിറ്റ്സ് കഴിയുമ്പോൾ മിനിറ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ ഇതല്ലേ. സോ വാട്ട് ഈസ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ മിനിറ്റ് ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. യെസ് ഓർ നോ? ശരിയാണോ? ശരിയാണോടെ അല്ലേ? അപ്പോൾ ഇതെന്താണ് ശരിക്കും? ഇപ്പം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഇറ്റ് സീംസ് ലൈക്ക് വാട്ട്? എന്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ? ഒരു 5 മിനിറ്റിൽ അത് സ്വെപ്റ്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു ഷെയ്ഡഡ് റീജിയൻ കിട്ടി. ഇത്രയും ഏരിയ ആണല്ലോ ഇത് ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ ആണത്. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു കാറിൻ്റെ പിന്നെ വിൻഷീൽഡിൽ ഇതുണ്ടല്ലോ, അതിനെന്താ പറയുക, വിൻഷീൽഡിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ, ഇത് പേരൊക്കെ വൈപ്പർ. ഈ വൈപ്പർ നമ്മളിങ്ങനെ സ്വെപ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈപ്പർ ഇങ്ങനെ മൊത്തം വരത്തില്ല, വൈപ്പർ സ്വെപ്റ്റ് ചെയ്യുന്നതുണ്ട് ഇതുപോലെ ആയിരിക്കും. 2 വിൻഷീൽഡിൽ 2 വൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് 2 കൂടെ ഇങ്ങനെ വരും. ഓക്കെ, നോക്ക്, ഇതെന്താ ഇവിടെ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ആൾസോ എ സെക്ടർ അല്ലേ? ശരിയല്ലേ? ഇതുപോലെ നമുക്ക് ഈ സെക്ടേഴ്സ് ഉണ്ടാകുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലൊരു കേസാണ്. നിങ്ങൾ വാച്ചിലെ ആവട്ടെ അല്ലെങ്കിൽ ക്ലോക്കിലെ ആവട്ടെ, ആ സൂചികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അവർ ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ചില ക്ലോക്കുകളിൽ മിക്കവാറും വലിയ ക്ലോക്കുകളിലൊക്കെ സെക്കൻഡ് ഹാൻഡ്സ് വരെ ഉണ്ട്. അപ്പോൾ അവിടെ ഏരിയ സ്വെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സെക്ടർ. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? എന്താ വേണ്ടി വരിക ഇവിടെ? ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ദ സെക്ടർ എന്ത് വേണം? എന്തൊക്കെ വേണം ഏരിയ ഓഫ് സെക്ടർ? നമുക്കറിയാം ഫോർമുല എന്താണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർമുല ഡിറൈവ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം θ/360 ഇൻറ്റു πr² ആണ് ഏരിയ ഓഫ് ദ സെക്ടർ. സോ വാട്ട് ആർ റിക്വയർഡ് ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ദ സെക്ടർ? എന്തൊക്കെ വേണം ഇവിടെ? തീറ്റയും റേഡിയസും വേണം. ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ റേഡിയസ് ഓഫ് ദിസ് മിനിറ്റ് ഹാൻഡ് ഈസ് ഗിവൺ ഹിയർ. മിനിറ്റ് ഹാൻഡ് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ റേഡിയസ്. പക്ഷേ ഇനി എന്ത് വേണം ഇവിടെ? ഈ ആംഗിൾ വേണം അല്ലേ? ഈ സെക്ടർ ആംഗിൾ വേണം. ഹൗ ഡു വി ഗെറ്റ് ദ സെക്ടർ ആംഗിൾ? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഹൗ ഡു വി ഗെറ്റ് ദി സെക്ടർ ആംഗിൾ? എങ്ങനെ കിട്ടും? ഇത് മൊത്തം എത്ര മിനിറ്റ് ഉണ്ട് അതാദ്യം അറിയണം. മൊത്തം എത്ര മിനിറ്റാണ് ഉള്ളത് ഒരു ക്ലോക്കിൽ? എത്ര മിനിറ്റാണ് ഉള്ളത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സൂചി പിന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ എത്ര മിനിറ്റ് ആവും എന്ന് നോക്കിയാൽ മതി. എത്ര മിനിറ്റ് ആവും ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി? 60 മിനിറ്റ് അല്ലേ? അപ്പം ഇൻ 1 റെവല്യൂഷൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് ആണിത് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? 60 മിനിറ്റ്സ് ഇൻ 1 റെവല്യൂഷൻ. അതായത് 1 റെവല്യൂഷൻ മീൻസ് ദ ടോട്ടൽ ഡിഗ്രി കവേർഡ് എത്രയാണ്? ഇപ്പോൾ നമ്മൾ ഈ ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ മൊത്തം ഇവിടെ തിരിച്ചെത്തുമ്പോൾ എത്ര ഡിഗ്രിയാണ് ഇത് കവർ ചെയ്യുന്നത്? ഈ മിനിറ്റ് 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രിയാണ് 60 മിനിറ്റ് കൊണ്ട് ഇത് കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ടത് 5 മിനിറ്റിൽ ഇത് എത്ര ഡിഗ്രി കവർ ചെയ്യണമെന്നാണ്. പക്ഷേ ഇതൊരു യൂണിറ്ററി മെത്തേഡിൽ നമുക്ക് ചിന്തിച്ചാൽ മതി.
60 മിനിറ്റിൽ 360 ഡിഗ്രി ആണെങ്കിൽ ഇൻ 1 മിനിറ്റ് എത്ര ഡിഗ്രി? അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര മിനിറ്റിൽ വേണമെങ്കിലും കണ്ടുപിടിച്ചു ഇവിടെ. എത്ര? 60 മിനിറ്റിൽ 360/60 അല്ലേ? വാട്ട് ഈസ് ഈക്വൽ ടു 1 മിനിറ്റിൽ എത്ര ഡിഗ്രി അത് കവർ ചെയ്യുന്നത്? 6 ഡിഗ്രി. 6 ഡിഗ്രി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 മിനിറ്റിൽ ഈ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഇതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആവട്ടെ പിന്നെ അവർ ഹാൻഡ് ആവട്ടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നതെന്ന് കിട്ടി. ഇപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ ഇവർ എത്ര മിനിറ്റിനാണ് ചോദിച്ചിരിക്കുന്നത്? എത്ര മിനിറ്റ്? 5 മിനിറ്റ്സ്. അപ്പോൾ 5 മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. 6 × 5 = 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി. സോ ഈ ബാക്കിയെല്ലാം ഓക്കെ, കാരണം ഈ ഫോമുല എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് യു ജസ്റ്റ് നീഡ് വാട്ട് ദറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ആംസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എത്ര ഡിഗ്രി ഇത് കവർ ചെയ്തു എന്നുള്ളത് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ 5 മിനിറ്റ് ആയതുകൊണ്ട് 30 ഡിഗ്രി. 10 മിനിറ്റ് ആയിരുന്നെങ്കിൽ 60 ഡിഗ്രി അല്ലേ, ആൻഡ് സോ ഓൺ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാ? തീറ്റ എത്രയാ? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി അല്ലേ, 30 ഡിഗ്രി. And R is already given. R is equal to 14 centimeter. So use that to get the area. ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ഇത് നമുക്ക് നോക്കാം. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. മൈനർ സെഗ്മെൻറ്റ്. എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ സബ്സ്റ്റൻസ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഒരു സർക്കിളാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു സർക്കിളിൻ്റെ ദർ ഇസ് എ കോഡ് ഇൻ ദ സർക്കിൾ. നോക്കൂ, ഇത് സബ്സ്റ്റൻസ് ആംഗിൾ 90 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദിസ് കോഡ് അറ്റ് ദ സെൻറ്റർ. ഇത് എത്രയാ? ഇറ്റ് ഈസ് ഗിവൺ ആസ് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് ഗിവൺ ആസ് 10 സെൻറ്റിമീറ്റർ അല്ലേ? 10 സെൻറ്റിമീറ്റർ അതിൻ്റെ റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി കറസ്പോണ്ടിങ് മൈനർ സെഗ്മെൻറ്റ് എവിടെ നിൽക്കട്ടെ, പിന്നെ നോക്കാം. മേജർ സെക്ടർ. അപ്പോൾ വിച്ച് ഈസ് ദ മേജർ സെക്ടർ ഹിയർ? ഇതാണ് നമ്മൾ മേജർ സെക്ടർ. അപ്പോൾ ഇത് 2 രീതിയിൽ കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം പറയാമോ? ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം? 2 രീതിയിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മെത്തേഡ്? ഞാൻ മനഃപൂർവ്വം ചോദിക്കുന്നതാണ് കേട്ടോ, അതിന് റീസണുണ്ട്, പിന്നെ നമുക്ക് നോക്കാം. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണല്ലോ നമ്മുടെ മേജർ സെക്ടർ. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ മേജർ സെക്ടർ ഏതാണെന്നുള്ളതിൽ? ഉണ്ടോ? എങ്ങനെയാണ് നമ്മൾ മേജർ സെക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുക? മേജർ സെക്ടർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? സെമി സർക്കുലർ റീജിയനേക്കാളും വലുത്, അതായത് സെക്ടർ ആംഗിൾ മോർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് എ മേജർ സെക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ നമുക്ക് വേണ്ടത്? ഏരിയ ഓഫ് ദിസ് മേജർ സെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ഈസ് റിക്വയർഡ്. വാട്ട് ഈസ് തീറ്റ ഹിയർ? What is theta here? എത്രയാ തീറ്റ? ഇവിടെ തീറ്റ എത്രയുടെ? തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാ ആംഗിള്? ഇതല്ലേ? ഇതാണ് ഇവിടുത്തെ തീറ്റ. ഇതെത്രയാ? നിങ്ങളിത് 270 ഡിഗ്രി എങ്ങനെ കിട്ടി? 360 ഡിഗ്രിയാണ് നമുക്ക് മൊത്തം ആംഗിൾ. അതിൽ ഈ 90 ഡിഗ്രി അങ്ങ് കുറയ്ക്കുക അല്ലേ? ആ മൈനർ സെക്ടറിൻ്റെ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 270 ഡിഗ്രി. സോ വി ഗോട്ട് തീറ്റ ആസ് 270 ഡിഗ്രി. ദെൻ പിന്നെ റേഡിയസ് ഈസ് റിക്വയർഡ്. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? 10 സെൻറ്റിമീറ്റർ അല്ലേ? സോ വി നോ വാട്ട് ഈസ് എ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു πr² അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഏരിയ ഓഫ് ദി സെക്ടർ. ഇതല്ലാതെ വേറെ എങ്ങനെ കണ്ടുപിടിക്കാം? വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ഇതല്ലാതെ ടോട്ടൽ ഏരിയ മൈനർ സെക്ടറിന്റെ ഏരിയ. വെരി ഗുഡ്. അപ്പോൾ അതൊരു
എന്താ പറയുക കണ്ടീഷനാണ്. നമ്മളിനി ഒരു മറ്റൊരു എക്സസൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു മെത്തേഡാണ്. എന്താണ് ഏരിയ ഓഫ് ദിസ് സെക്ടർ, ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ മൈനർ സെക്ടറിൻ്റെ. നമുക്കറിയാം സിൻസ് തീറ്റ ഈസ് ഡയറക്ട്ലി ഗിവൺ. ഇപ്പോൾ ഇതിന് അത് എളുപ്പമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതാണ് ഒരു മെത്തേഡാണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ആർ ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. സോ വി നോ അപ്ലൈയിങ് ദ ഫോർമുല തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. നമുക്ക് എന്ത് എഴുതാം? റേഡിയസ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഏരിയ ഓഫ് ദിസ് സെക്ടർ അല്ലേ? ഈ സെക്ടറിൻ്റെ ഏരിയ കിട്ടും. ആ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഈ ഹോൾ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഞാൻ ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് റിമൈനിങ് ഹിയർ, ദാറ്റ് ഈസ് ആക്ച്വലി ദ ഏരിയ ഓഫ് ദിസ് മേജർ സെക്ടർ. യെസ് ഓർ നോ? അല്ലേ? ഞാൻ ഈ പർട്ടിക്കുലർ സെക്ടറിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഞാനിത് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിമെയിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നോക്കി, വാട്ട് ഈസ് റിമൈനിങ് ഹിയർ, ഇറ്റ് ഈസ് ആക്ച്വലി ദ റിക്വയർഡ് മേജർ സെക്ടർ ഏരിയ. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അർത്ഥം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് എവിടെയാണോ അങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ആ ലോജിക്ക് ഓർമ്മ വന്നാൽ മാത്രം മതി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിതിൽ പറയാനുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ്, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 21 സെൻറ്റിമീറ്റർ എന്താണ് 21 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുക്കുന്നു. അതിൽ ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആണ്. ദ ആർക്ക് സബ്സ്റ്റൻഡഡ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഇവിടെ ഒരു ആർക്ക് നമ്മളിവിടെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു ആർക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരു എൻ പോയിൻറ്റും ഇതൊരു എൻ പോയിൻറ്റും ആക്കിക്കൊണ്ട് ഒരു ആർക്ക്, വി ഡിഫൈൻഡ് വൺ ആർക്ക് ഹിയർ. ഈ ആർക്ക് സെൻറ്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, ഹൗ ഡു വി ആക്ച്വലി ഡ്രോ ദറ്റ് ആംഗിൾ? എങ്ങനെ നമ്മൾ ആ ആംഗിൾ വരയ്ക്കാം? ഈ രണ്ട് എൻ പോയിൻറ്റിൽ നിന്നും അതിൻ്റെ സെൻറ്ററിലേക്കുള്ള റേഡിയസ് വരച്ചിട്ടാണ് നമ്മൾ ആ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക് അറ്റ് ദ സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. കണ്ടോ? ദിസ് വേ ആക്ച്വലി വി ഫൈൻഡ് വാട്ട് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക് അറ്റ് ദ സെൻറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ രണ്ട് ടേം പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ എ കോഡ് അറ്റ് ദ സെൻറ്റർ, അതായിരുന്നു നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദിസ് ആർക്ക്. ഈ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്ക്. അപ്പോൾ ഈ ആർക്ക് സബ്സ്റ്റൻഡ് ചെയ്യുന്ന പിന്നെ എന്താണ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് അത്? 60 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 60 ഡിഗ്രി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് നമുക്കറിയാം എന്താണ്? L/2πr ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല, എന്താ? θ/360. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക്? L ഇസ് ഈക്വൽ ടു θ/360 ഇൻറ്റു 2πr. അപ്പോൾ നമ്മളെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ വാട്ട് ആർ ദ അൺനോൺസ് ഇൻ ഇറ്റ് അത് നമ്മൾ കണ്ടെത്താൻ നോക്കണം. എപ്പോഴും അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. വാട്ട് ആർ ദ അൺനോൺസ് ഇൻ ഇറ്റ്? ദ തീറ്റ ഈസ് ആൻ അൺനോൺ ആൻഡ് ആർ ഈസ് ആൾസോ ആൻ അൺനോൺ. സോ തീറ്റ എന്ന് പറയുന്നത് എന്താ? ദ സെക്ടർ ആംഗിൾ. സോ ദാറ്റ് ഈസ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ആർക്ക് ഓർ ദ കോഡ്. ഇവിടെ ഒരു കോഡ് വരച്ച് കഴിഞ്ഞാലും ആ കോഡ് സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ സെക്ടർ ആംഗിൾ എങ്ങനെ വേണോ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ 60 ഡിഗ്രി ആണ്. അപ്പോൾ അത് തീറ്റ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 60 ഡിഗ്രി. ആൻഡ് ആർ ഈസ് ആൾസോ ഗിവൺ, ഇറ്റ് ഈസ് ഈക്വൽ ടു 21 സെൻറ്റിമീറ്റർ. സോ വാട്ട് യു ഡു? തീറ്റ എന്ന് പറയുന്നത് എന്താ? 60/360 ഇൻറ്റു 2 ഇൻറ്റു 22/7 into, as it is not mentioned here, the value of theta, sorry, pi has to be taken as some other thing. ഇവിടെ നമ്മൾ പൈയുടെ വില എത്രയായിട്ട് എടുക്കേണ്ടി വരും? 22/7 ആയിട്ട് എടുക്കേണ്ടി വരും. ദെൻ 21 സെൻറ്റിമീറ്റർ. ഇനി നേരത്തെ ആരാണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇനി 3.14 എടുത്താൽ തെറ്റുണ്ടോ എന്നല്ല. പലപ്പോഴും എന്താ ഈ പ്രശ്നം വരികയെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു എങ്കിൽ അതൊരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. പക്ഷേ
നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആകുമ്പോഴത്തേക്ക് അതാണ് അതിൻ്റെ നമ്മുടെ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് പൈ ഈസ് നോട്ട് മെൻഷൻഡ് വി യൂസ് ദ വാല്യൂ 22/7. അതൊരു പ്രീ കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആൻസറിനകത്ത് എന്തേ ഉണ്ടാവുള്ളൂ, 22/7 വെച്ചിട്ടുള്ള ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൺസ് നമ്മൾ കണ്ടുപിടിച്ച ചിലപ്പോൾ മൈന്യൂട്ട് ഡിഫറൻസസ് ഇൻ ഈ ഡെസിമൽ പ്ലേസസ് ആണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കും. അത് അങ്ങനെ വരാറില്ല, അങ്ങനെ വന്നാൽ. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ. പിന്നെ CBSE ഒരിക്കലും 2 വാല്യൂവും ഈക്വലായിട്ട് വരത്തക്ക രീതിയിലുള്ള ആൻസർ തരത്തില്ല. എങ്കിലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ട, സിൻസ് വി ഹാവ് എ പ്രയോർ കണ്ടീഷൻ ലൈക്ക് ദിസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെടുക്കാൻ, 22/7 എടുക്കാൻ. ഓക്കെ, 22/7 എടുത്തു കഴിഞ്ഞാലും കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3.14 ഉള്ളി. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസിന് കറക്റ്റ് ചെയ്ത വാല്യൂ ആണ് 22/7. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്, കുറച്ചും കൂടെ അപ്രോക്സിമേഷൻ, പിന്നെ എന്താ പറയുക, ഡെസിമൽ പ്ലേസസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ലെങ്ത് ഓഫ് ദിസ് ആർക്ക് കിട്ടും. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ ഫോംഡ് ബൈ ദിസ് ആർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയാം അല്ലേ. നമുക്കറിയാം എന്താ, A is equal to θ/360 into pi r square. So use this formula to get the area. Here also we require only theta and radius, and both theta and radius were given here, so it's not a problem for us. I think ഇനി ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ കേസിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിക്കാനും ലെങ്ത് ഓഫ് ദ ആർക്ക് കണ്ടുപിടിക്കാനും ക്ലിയർ ആണല്ലോ. എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? മീൻസ് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, ലൈക്ക് ബ്രേക്ക് വോയിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് കഴിഞ്ഞാൽ, ഞാനൊരു കുറച്ചും കൂടെ വലുതാക്കി എടുക്കാം. ഇവിടെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ലെറ്റ് ദിസ് ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, അതിന് O എന്ന പേര് ഞാൻ കൊടുത്തു. ആൻഡ് ഒരു കോഡ് ഞാനിവിടെ വരച്ചു. ദിസ് ദ കോഡ് ഓഫ് എ സർക്കിൾ. സോ നമുക്കറിയാം ഈ കോഡ് എന്താ ചെയ്യുക എന്ന് നമുക്കറിയാം. ബട്ട് എക്സാക്ട്ലി ഈ കോഡ് എന്താ ഇതിനെ ചെയ്തിരിക്കുന്നത്, ഈ സർക്കിളിനെ എന്ത് ചെയ്തിട്ടേ യെസ്, 2 സെഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തു. വെരി ഗുഡ് അല്ലേ. ഇവിടെ കോഡ് ഡിവൈഡ്സ് ദി സർക്കിൾ ഇൻറ്റു 2 സെഗ്മെൻറ്റ്. അപ്പം ഇപ്പോൾ നമ്മൾ പഠിച്ച സെക്ടറൊക്കെ നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കുമെന്നും, സെക്ടർ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം, ലെങ്ത് ഓഫ് ദ ആർക്ക് അറിയാം. ബട്ട് ഇഫ് സംബഡി ആസ്ക് യു ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സെഗ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു, എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ ദിസ് ഇസ് ദ ഏരിയ ഓഫ് ദ മൈനർ സെഗ്മെൻറ്റ് ആൻഡ് ദർ ഇസ് എ മേജർ സെഗ്മെൻറ്റ് ആൾസോ. സോ വൺസ് യു നോ ദ മൈനർ സെഗ്മെൻറ്റ്സ് ഏരിയ, യു സബ്ട്രാക്ട് ദ ഏരിയ ഓഫ് ദ മൈനർ സെഗ്മെൻറ്റ് ഫ്രം ദ ഏരിയ ഓഫ് ദ സർക്കിൾ ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ദ മേജർ സെഗ്മെൻറ്റ്. അതല്ലാതെ കണ്ടുപിടിക്കാം, ദാറ്റ് വി വിൽ ഡിസ്കസ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഫോർമുല ഡിഫൈൻ ചെയ്തു തരാം. അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. അതിനൊരു മെത്തേഡാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട് സാധാരണ ഞാൻ മെത്തേഡിനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഒരു ഫോർമുല അങ്ങ് ഡിഫൈൻ ചെയ്യാം. ബിക്കോസ് യുവർ ടോട്ടൽ പ്രോബ്ലംസ് റെസ്ട്രിക്റ്റഡ് വിത്ത് സെർട്ടൻ ആംഗിളാണ്. ചില ആംഗിൾസിൽ മാത്രമായിട്ടാണ് നിങ്ങളുടെ ഈ സെക്ടർ ആംഗിൾ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോർമുല ഡിഫൈൻ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതമെന്ന് തോന്നുന്നു. നോക്കാം. ഇവിടെ ഇതെന്താണത്? ഇത് ലെങ്ത് ഓഫ് ദ റേഡിയസ് ഈസ് ടേക്കൺ ആസ് R ആൻഡ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദിസ് ഈസ് ടേക്കൺ ആസ് സം തീറ്റ. ഓക്കെ, അത് തീറ്റ ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിളാണ് ഇവിടെ ഫോം ചെയ്തത്? ഇത് ഞാൻ പേര് കൊടുത്തു OAB. ഓക്കെ, ഇവിടെ എന്താ ട്രയാങ്കിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? Isosceles. So what happens when I draw a altitude here? ഇവിടെ ഞാനൊരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ശരിക്കും? ആൾട്ടിറ്റ്യൂഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ടെങ്കിലേ പറയും. എന്താണ്?
യെസ്, ആൾട്ടിറ്റ്യൂഡ് ഈസ് പറഞ്ഞോ. ഹാഫ് ദ റേഡിയസ് നമുക്ക് പറയാൻ പറ്റുമോ മോനെ? നോട്ട് നെസസറി. ഹാഫ് ദ റേഡിയസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ മറ്റൊന്ന് പറയാം, മറ്റു ചിലതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറയാം. ഇത് പെർപെൻഡിക്കുലർ ആണ്, ബിക്കോസ് ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ആണ്. വാട്ട് എൽസ്? ഡിവൈഡ് ഓക്കെ, അത് കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചതാണ്. ദിസ് ഡിവൈഡ്സ് ദിസ് എ ബി ഇൻറ്റു ഈക്വൽ പാർട്ട്. ഓക്കെ, അതല്ലാതെ ഇതിന് വേറൊരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. എന്താണ്? ഇതിനെ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ഇത് ഈ ആംഗിൾ എന്ന് പറയുന്നത് θ/2 ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് ഈ ആപ്ലിക്കേഷൻ പഠിക്കാൻ പോകുന്നത്, ട്രിഗണോമെട്രിയുടെ തന്നെ. അതായത് സോൾവിങ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് ഇവിടെ വേണ്ടത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിളാണ്, അല്ലേ? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? അതായിരുന്നു ഞാൻ ആദ്യം പറയേണ്ടത്. എന്തായിരിക്കും എൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏരിയ ഓഫ് ദിസ് സെഗ്മെൻ്റാണ്. ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. ഹൗ ഡു വി ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് സെഗ്മെൻറ്റ്? അതാദ്യം പറയൂ പ്ലീസ്. എന്താണ് ഏരിയ ഓഫ് സെഗ്മെൻറ്റ് എ ബി? എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. യെസ്, അല്ലേ? ഈ സെക്ടർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഈ സെക്ടറിനകത്തുള്ള, അല്ലേ, ഈ സെക്ടറിനകത്ത് നിന്നും എനിക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് റിമെയിൻസ് ഇൻ ദിസ് സെക്ടർ? എന്തായിരിക്കും അവിടെ ബാക്കി ഉണ്ടാവുക? സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആയിരിക്കും കിട്ടുക, അല്ലേ? അതായത് നമ്മളിങ്ങനെ ഒരു പോർഷൻ എടുക്കുക, നമ്മൾ ഇതിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. Because we know this is actually the area of the sector and the formula for finding the area of the sector is known to you. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമില്ല. we can easily find the area of the sector. അവിടെ നമുക്ക് വേണ്ടത് തീറ്റയും റേഡിയസും മാത്രമാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാം. ആ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും if you can subtract the area of this triangle, then you will get the area of the segment. അപ്പം നമുക്ക് അവിടെ നമുക്ക് മനസ്സിലായി ഇവിടെ വേണ്ടത് എന്താണ്? ഏരിയ ഓഫ് സെക്ടർ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഫോർമുല എന്താണ്. വി നോ ഏരിയ ഓഫ് സെഗ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാത്തത് ഏതാ? വാട്ട് ഈസ് അൺനോൺ ടു അസ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ലേ? നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് ഈ പ്രോബ്ലം. $1,000,000 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏരിയ ഓഫ് സെക്ടർ ഇറ്റ് ഈസ് നോൺ ടു അസ് ബിക്കോസ് വെൻ യു നോ ദ തീറ്റ ആൻഡ് ദ റേഡിയസ് ദാറ്റ്സ് എനഫ് ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഈ ഹോൾ പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് അവിടെ വേണ്ടത്. ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? ദ ലെങ്ത് ഓഫ് ദിസ് ആൾട്ടിറ്റ്യൂഡ് എച്ച് ഈസ് റിക്വയർഡ്, അല്ലേ? അല്ലേ അല്ലേ അല്ലേടേ? പിന്നെ ഇതിൻ്റെ ബേസ് ലെങ്ത്, ഇത് ലെങ്ത് ഓഫ് ദ കോഡ് ബൈ 2 ആണ്, അല്ലേ? L/2 വേണം, അല്ലേ? ശരിയല്ലേ? ഇതും വേണം, ഇത് രണ്ടും വേണം. അപ്പോൾ ഈ L/2 പകരം ഞാൻ മറ്റൊരു വേരിയബിൾ വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ഒരു എ എന്ന് കൊടുത്തു. എൻ്റെ ഉദ്ദേശം ഈ ലെങ്ത് ആണ് കേട്ടോ. എ എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഏതാ? ഈ ലെങ്ത് ഇത്രേ ഉള്ളൂ. ഏതൊട്ട് ഇതുവരെ ഇത്രയുള്ള ലെങ്താണ്. ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദിസ്. അപ്പോൾ ഈ എയും എല്ലും അറിയണം. എന്താ കാര്യം? എന്നാലേ നമുക്കിവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഹാഫ് എന്താണ്? എൽ ഇൻറ്റു എ, അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് അല്ലേ? ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ബേസ് എന്ന് പറയുന്നത് ഇവിടെ എ ആണോ 2a ആണോ? 2a. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ തന്നെ എഴുതാം. ഹാഫ് ഇൻറ്റു 2a ഇൻറ്റു എൽ, അല്ലേ?
ഈ 2aയും കണ്ടുപിടിക്കണം, എല്ലും കണ്ടുപിടിക്കണം. നമ്മുടെ ഇൻറ്റൻഷൻ മനസ്സിലായല്ലോ. നമുക്ക് രണ്ട് വേരിയബിൾസ് ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് 2aയും മറ്റൊന്ന് എല്ലും. ഈ ഡെറിവേഷൻ ഒന്നും പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ 2a എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ, നമ്മളിപ്പോൾ ഇവിടെ എ എന്ന് എടുക്കുന്നത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 2a എടുത്തു, ഇതിനെ ലെങ്ത് എടുത്തു. ബട്ട് ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB എന്താ വേണ്ടേ, ഇത് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡും ഇത് അതിൻ്റെ ബേസുമാണ്. അപ്പോൾ 2aയും കാണണം, എല്ലും കാണണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ ഇതിന് ഞാനൊരു പേര് കൊടുക്കാം, ഇവിടെ ABCD കൊടുത്തു. ടെൽ മീ വാട്ട് ഈസ് OD. അതായത് OD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. OD എന്ന് പറയുന്നത് എന്താ, H ആണല്ലേ. H അല്ലേ ഞാനിവിടെ കൊടുത്തേ, H കൊടുക്കും. ഇത് H ആണേ, ഹൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഏതോടെ കൊടുക്കാം, എല്ലാം കൊടുത്തൊന്നും തെറ്റൊന്നുമില്ല. അപ്പോൾ H എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്. നമുക്ക് ഈ H കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ളത് ഈ ആംഗിളും പിന്നെ ഈ ഹൈപ്പോട്ടന്യൂസുമാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉടനെ ചിന്തിക്കുക, നമ്മളെ റേഷ്യോസ് നമ്മളെ കയ്യിൽ സൈനുണ്ട്, കോസുണ്ട്, ടാനുണ്ട്, കൊസീക്കുണ്ട്, സീക്കുണ്ട്, കോട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉടനെ ചിന്തിക്കുക, ഈ ആംഗിൾ θ/2 ഉണ്ടല്ലോ, ഈ θ/2ന് അടുത്ത് വരുന്ന ആംഗിളാണ്, അതായത് അഡ്ജസൻ്റ് ആണ്, അടുത്ത് വരുന്ന സൈഡാണ് H എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസാണ്. ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരാനുള്ളത് ഈ റേഷ്യോസാണ്. റേഷ്യോസ് വിത്ത് എന്താണ്, റേഷ്യോ അഡ്ജസൻ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ഉള്ള റേഷ്യോസ് ഏതൊക്കെയാണ് അഡ്ജസൻ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ഉള്ള റേഷ്യോസ് ഏതൊക്കെയാണ്? കോസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കോസ് എടുക്കാം. വാട്ട് ഈസ് കോസ് θ/2? എന്താണ് കോസ് θ/2? വാട്ട് ഈസ് കോസ് θ/2? അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് H/R. ശരിയാണോ? H/. സോ വാട്ട് ഈസ് ദെൻ H ഫ്രം ദിസ്? കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട H ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു R കോസ് θ/2. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഈ തീറ്റ എന്ന് പറയുന്നതും R എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് വേരിയബിൾ മാത്രമേ ഇവിടെ Hനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ കൂടെ കിട്ടുക ഏതൊക്കെയാണ്, തീറ്റയും R ആണ് പ്രോബ്ലത്തിൽ കിട്ടുക. ഈ തീറ്റയും R വെച്ചിട്ടാണ് എല്ലാം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ഈ H നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കുക, H = R cos θ/2. വെൻ യു നോ തീറ്റ ആർ 60 ഡിഗ്രി, വാട്ട് ഈസ് θ/2? ഇറ്റ് ഈസ് 30 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ θ/2 കണ്ടുപിടിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ R cos θ/2 എന്നുള്ള ഒരു പുതിയ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി ഇൻ ടേംസ് ഓഫ് R ആൻഡ് തീറ്റ. ഏത്? H. ഇനി അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ A കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏത് റേഷ്യോ എടുക്കണം A കണ്ടുപിടിക്കണമെങ്കിൽ? ഏത് റേഷ്യോ എടുക്കണം? ഈ A എന്ന് പറയുന്നത് എന്താ, ഈ സൈഡ് A? സൈൻ ആൻഡ് കൊസീക്. അപ്പം വാട്ട് ഈസ് സൈൻ θ/2? ടെൽ മീ. A/R. Then what is R? അല്ല A is equal to R, sorry, sin θ/2. R sin θ/2. അപ്പോൾ ഇവിടെ നോക്കിയേ, A also defined in terms of what? In terms of what? പറയടേ. റേഡിയസ് ആൻഡ് തീറ്റ അല്ലേ. A എന്ന് പറയുന്നതും H എന്ന് പറയുന്നതും ആറിലും തീറ്റയിലുമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിച്ചാൽ മതി. വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? Area of triangle AOB is equal to half into half BH, that is half into 2A into H, that is half into 2A എന്ന് പറഞ്ഞാൽ എന്താ, 2 into R sin θ/2 into H എന്ന് പറഞ്ഞാൽ എന്താ, R cos θ/2. ശരിയല്ലേ? So ഇവിടെ 2 get cancelled and you get R square sin θ, R square
സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് കിട്ടും. സോ ദിസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഓൺലി ദ തിങ് ഈസ് യു ഷുഡ് നോ ദ സെക്ടർ ആംഗിൾ ടു ഗെറ്റ് ദ ഏരിയ. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇങ്ങനെയും കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹാഫ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് മനസ്സിലായില്ലേ? അത് ട്രൂ ആണ്. ഇത് ബേസ് ചെയ്ത് ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് 90 ഡിഗ്രി ആംഗിൾ ആകുമ്പോൾ. അപ്പോൾ ഈ ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്നുള്ളത് ഒരു ജനറൽ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഐസോസിലസ് ട്രയാങ്കിൾ ഏരിയ. വേറെ വെർട്ടെക്സ് ആംഗിളിൻ്റെ മെഷർ തന്നിരിക്കണം. വെർട്ടെക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സെക്ടർ ആംഗിൾ ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഹിയർ? എന്താണ് ഫോർമുല? ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടെന്നറിയാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇത് റേഡിയസ് ആറാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? എന്താണ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? പറഞ്ഞേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? എന്താണ് ഫോർമുല? പറയടേ. ഹലോ ഹലോ ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ആയിട്ട് മനസ്സിലായി. ബാക്കി ഇത് മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോർമുല ആയിട്ടുള്ളൂ. ഇത് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. സൈൻ തീറ്റ എന്ന് പറയുന്നതും കോസ് തീറ്റ എന്ന് പറയുന്നതും ഡിപ്പെൻസ്. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ആവും. ഇനി വാട്ട് ഈസ് ഏരിയ ഓഫ് സെഗ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? സെഗ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ area of triangle, which is equal to okay, area of sector minus area of triangle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സെക്ടർ എത്രയാണ്? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? കോസ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ ഏരിയ ഓഫ് സെഗ്മെൻറ്റ് കിട്ടും. ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ വിട്ടേക്കാം നിങ്ങൾ. ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ആ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം വരാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കും. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലൊക്കെ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് യൂസ് ദറ്റ് വാല്യൂ ഓഫ് പൈ ആസ് ഫോർ 3.14 ഉണ്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 15 cm സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. അപ്പോൾ നമ്മളെ കോഡ് ഇതാണ്. സോ ദാറ്റ് കോഡ് സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ഇത് ദാറ്റ് കോഡ് സബ്സ്റ്റൻസ് ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ. ഇതാണ് ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ ദ കോഡ് അറ്റ് ദ സെൻറ്റർ 60 ഡിഗ്രി. ദെൻ find the areas of the corresponding minor and major. So obviously this chord divides the circle into two segments and you are asked to find these areas of these two segments. അപ്പം നമുക്കറിയാം, if you know the area of this minor segment, you subtract the area of the minor segment from the circle's area to get the area of the major segment. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാം. ബട്ട് ആദ്യം നമുക്ക് ഇവിടെ ഏരിയ ഓഫ് സെഗ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് ഏരിയ ഓഫ് സെഗ്മെൻറ്റ് ഇസ് ഈക്വൽ ടു പറഞ്ഞേ is equal to എന്താണ്? What is area of segment?
ഏരിയ ഓഫ് Area of sector. minus area സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ആർ സ്ക്വയർ r square sin theta by 2 into cos cos theta by 2. theta by 2. I just substitute the values here. What is the radius here? Radius 15 centimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So 15 into 15 into sin theta by 2. What is sin theta by 2? What is sin theta by 2? What is sin? Theta എത്രയാണ് ഇവിടെ? What is theta? 60 degree. അപ്പോൾ sin theta by 2. Here theta is equal to 60 degree. അപ്പോൾ സൈൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി. സൈൻ 30 ഇൻറ്റു കോസ് 60 ബൈ 2, ദാറ്റ് ഈസ് കോസ് 30 ഡിഗ്രി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 15 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ഇൻറ്റു കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു 15 ഇൻറ്റു 15. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് 15 ഇൻറ്റു 15 എഴുതിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പോവാതിരുന്നതിന് റീസൺ ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഫോർമുല എഴുതിയിട്ട് ഇങ്ങനെ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സെഗ്മെൻറ്റ് മൈനസ് ഇത് എഴുതുമല്ലോ, ഏരിയ ഓഫ് സെഗ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പിന്നെ എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്നാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും റേഡിയസ് സെയിം അല്ലേ. സോ യു ക്യാൻ ടേക്ക് ദറ്റ് ആർ സ്ക്വയർ ഔട്ട് സൈഡ്, കാരണം അത് ആർ സ്ക്വയർ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു പൈ മൈനസ് സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 എന്ന് മാറും ആ ഫോർമുല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ 15 ഇൻറ്റു 15 ആദ്യം എഴുതാത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ ഹൗ ഡു വി ഫൈൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി. കാരണം ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ √3/4 a സ്ക്വയർ അത് എന്തിൻ്റെ ഏരിയ? വാട്ട് ഈസ് √3/4 a സ്ക്വയർ എന്ന് പറയുന്നത് ഏതിൻ്റെ ഏരിയയുടെ? ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഓൺലി. നോക്കിയാൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ആൻഡ് ഓൾ യു നോ. സോ അതുകൊണ്ട് ഇത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ എപ്പോഴും 60 വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എന്തും വരാം, 120 ഡിഗ്രി വരാം അല്ലേ, ഇവിടെ 30 ഡിഗ്രി വരാം. അപ്പോൾ ഈ സെക്ടർ ആംഗിൾ മാറുന്നതനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലരിൽ സംശയം ഉണ്ടാവാം, സർ ഇവിടെ 60ക്ക് പകരം 30 ആണ് സെക്ടർ ആംഗിൾ വന്നിരുന്നെങ്കിൽ അല്ലേ. 30 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 15 ഇൻറ്റു കോസ് 15 വരും. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ സംശയം ഉണ്ടോ? ഉണ്ടോടെ? അത് നിങ്ങൾക്ക് ഇനി അങ്ങനെ ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ 15ൻ്റെയും കോസ് 15ൻ്റെയും വില ഈ പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ √3 ഈസ് ഈക്വൽ ടു 1.73 എന്ന് തന്നിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സൈൻ 15ഉം കോസ് 15ഉം തരും. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും ഒക്കെ മനസ്സിലാവും, അവർ ചോദിക്കുന്ന പ്രോബ്ലംസ് ഈ തീറ്റയുടെ വില ഏതൊക്കെയാണ് വരിക? 60 ഡിഗ്രി വരാറുണ്ട്, തീറ്റയുടെ വില 120 ഡിഗ്രി വരും, തീറ്റയുടെ വില 90 ഡിഗ്രി വരും. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത്. ഇതല്ലാതെ, കാരണം ഇത് 60യുടെ പകുതി 30 ഡിഗ്രി വരാം, 120യുടെ പകുതി എത്രയാണ്? 60 ഡിഗ്രി, 90യുടെ പകുതി 45 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് മെഷേഴ്സ് സൈനും കോസും അറിയാവുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറ്. ഇനി അതല്ലാതെയും ചോദിച്ചൂടെ എന്ന് ചോദിച്ചാൽ ചോദിക്കാം. കാരണം എന്താ, ഇത് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് അവർ ഏത് ടേബിൾ തന്നിരിക്കണം, കാരണം നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ വാല്യൂസ് അവർ തന്നിരിക്കും. എങ്ങനെ? ഇവിടെ √3യുടെ വില തന്നിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സൈഡിൽ അവർ എഴുതി വയ്ക്കുക. എന്തോ എഴുതും? ടേക്ക് സൈൻ 15 ആസ് ദിസ്, കോസ് 15 ആസ് ദിസ് എന്നുള്ളത് ബ്രാക്കറ്റിൽ തന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നം പേടിക്കണ്ട. പക്ഷേ ഈ ഫോമുല നിങ്ങൾ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. എന്താ, പഠിക്കില്ലേടേ? ഈ ഫോമുല ബൈ ഹാർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ, ഇവിടെ ഹാഫ് ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ആർ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2
അപ്പോൾ അത് മാത്രം ഓർമ്മിച്ച് വയ്ക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ടു ഗെറ്റ് ദ സെഗ്മെൻറ്റ്സ് ഏരിയ. വൺസ് യു ഹാവ് ദറ്റ് ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെൻറ്റ്, യു സബ്ട്രാക്ട് ദി ഏരിയ ഓഫ് ദി മൈനർ സെഗ്മെൻറ്റ് ഫ്രം ഏരിയ ഓഫ് സർക്കിൾ ടു ഗെറ്റ് ദ ഏരിയ ഓഫ് സെക്ടർ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത്, ഇന്ന് പോയിട്ട് ഈ പ്രോബ്ലംസ് ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും പ്രോബ്ലംസ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോബ്ലംസ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പറഞ്ഞോ. 180 വരുവാണെങ്കിൽ ആ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു. തീറ്റ 180 ആണെങ്കിൽ അത് സെമി സർക്കിൾ അല്ലേ മോളെ? തീറ്റ 180 ആണെങ്കിൽ ഹാഫ് ഓഫ് ദ സർക്കിളാണ്. ഹാഫ് പൈ ആർ സ്ക്വയർ കൊടുത്താൽ മതി, നമുക്ക് കിട്ടുമല്ലോ. അത് നമ്മൾ അത് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ഇൻസൈറ്റിൽ അങ്ങ് ചെയ്യണം. കറക്റ്റാണ് നീ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ സെമി സർക്കിൾ, അതായത് തീറ്റ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങനെ പറയുള്ളൂ, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം, ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്, സെമി സർക്കിളാണ്, സെമി സർക്കുലർ റീജിയനാണ്. സെമി സർക്കുലർ റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാഫ് പൈ ആർ സ്ക്വയർ ആയിരിക്കും. അതിപ്പോൾ നമ്മൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പോലെ നോക്കിയാലും അങ്ങനെ തന്നെ കിട്ടും. എന്താ, തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയറിൽ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 180 ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. കണ്ടോ, വാട്ട് യു ഗെറ്റ്, ഹാഫ് പൈ ആർ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ